ഹായ്, എല്ലാവർക്കും എൻ്റെ കിച്ചണിലോട്ട് സ്വാഗതം. ഞാനിന്ന് ശരിക്കും എൻ്റെ ഉമ്മച്ചീൻ്റെ റെസിപ്പി തന്നെയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ പ്രസവിച്ച് കിടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നെയ്യും ജീരകവും ഉള്ളിയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ഈ പ്രസവ കാല ശുശ്രൂഷകളിൽ നല്ല പോലെ ആഹാരം കഴിക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ളതും പ്രോട്ടീൻസൊക്കെ ഉള്ള ആഹാരം കഴിക്കണം. കൂട്ടത്തിൽ ഇതുപോലെ നമ്മൾ ചിലയിടത്തൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ പലർക്കും ഇതൊന്നും അറിയാത്തവരുണ്ടാവും. അപ്പോൾ ഇങ്ങനൊരു റെസിപ്പി അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ ജീരകം എടുത്തിട്ടുണ്ട്. ഒരു 1/2 കിലോ ജീരകം നമുക്ക് ഇതിനാവശ്യമായിട്ട് വേണം. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊരു 200 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചെറുപയർ ഒരു 100 ഗ്രാം, അത് വളരെ കുറച്ച് മാത്രം മതി, ഒരുപാടൊന്നും ആവശ്യമില്ല. പിന്നെ ബദാം, ഇവ 200 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് കൽക്കണ്ടാണ്, പനക്കൽക്കണ്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ഒരു 1/4 കിലോ മതി. അപ്പോൾ പനക്കൽക്കണ്ട ഇല്ലാത്തവർ സാധാ കൽക്കണ്ട എടുത്താൽ മതി. പിന്നെ ചെറിയ ഉള്ളി ഒരു 1/4 കിലോ ചെറിയ ഉള്ളി. അതുപോലെ തന്നെ ഒരു 500 ഗ്രാം നെയ്യ്, അതായത് ഒരു 1.25 നാഴി നെയ്യ് ഇവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട്. അതും കൂടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ ഇതെല്ലാവരും ഉള്ളി, അതുപോലെ നെയ്യ്, അതുപോലെ തന്നെ ജീരകം, ഇത് മാത്രം വെച്ചിട്ടാണ് പലരും ഇത് ഉണ്ടാക്കാറ്. ഇപ്പം ഞാൻ ഇതിൽ കുറച്ചധികം പ്രോട്ടീൻസ് കൂടെ ചേർക്കുകയാണ്. വൈറ്റമിൻസ് എല്ലാം ഉൾപ്പെട്ടിട്ട് നല്ല രീതിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല കുഞ്ഞുങ്ങൾക്ക് നല്ല പോലെ പാലും ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന ഈ പൊടി, ഇപ്പോൾ ഈ പറഞ്ഞവയെല്ലാം കൂടെ ചെറുപയർ, അണ്ടിപ്പരിപ്പ്, ബദാം, അതുപോലെ തന്നെ ജീരകം, ഇവയെല്ലാം കൂടി നന്നായിട്ട് കഴുകി ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ള പൊടിയാണ്. നല്ലതായിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിത് വറക്കൊന്നും വേണ്ട, ജസ്റ്റ് കഴുകി നല്ല പോലെ ഉണങ്ങിയ ശേഷം ഒന്ന് പൊടിച്ചാൽ മതി. നല്ല പോലെ പൊടിക്കണം. അപ്പോൾ ഞാനിവിടെ ആ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1/4 കിലോ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി കൂടുതൽ എടുക്കേണ്ടവർക്ക് എടുക്കാം, കാരണം നമ്മൾ പ്രസവിച്ച് കിടക്കുന്നവർക്ക് കൂടുതൽ ചെറിയ ഉള്ളി വയറ്റിലോട്ട് പോകുന്നത് ഏറ്റവും നല്ല ബെസ്റ്റ് സാധനമാണ് ചെറിയ ഉള്ളി. അപ്പോൾ കൂടുതൽ എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, ഇനി കുറക്കേണ്ടവർക്ക് കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആ 1.25 നാഴി നെയ്യ് ഇവിടെ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കുന്നുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ മൂപ്പിച്ചെടുക്കണം. അത് മൂക്കുന്നത് വരെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മൂപ്പിച്ചെടുത്താൽ മതി. മൂത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തീ കുറയ്ക്കണം, അല്ലെങ്കിൽ നെയ്യ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഉള്ളിയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളി വേണമെങ്കിൽ കുറക്കാം കേട്ടോ. ഉള്ളി കൂട്ടണം എന്നുള്ളവർക്ക് എത്രയും ഉള്ളി നമ്മുടെ വയറിൽ ചെല്ലുന്നത് അത്രയും നല്ലതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉള്ളി വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. ഇനിയല്ല ഇത്ര ഇല്ല, മറ്റേ കിട്ടാനില്ല എങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ ഉള്ളി ഇതിൽ കിടന്നിട്ട് തിളക്കട്ടെ നന്നായിട്ട്. അപ്പോൾ ഞാൻ പ്രത്യേകം പറയുന്നത്, ഇത് മുഴുവനായിട്ട് നിങ്ങളിത് കാണണം. എന്നിട്ട് നിങ്ങൾ ഇത് എത്തിക്കേണ്ടവരിലേക്ക്, ആവശ്യമായിട്ടുള്ള ആളുകളിലേക്ക് പ്രത്യേകം ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേർക്ക് ഇത് അറിയാത്തവരുണ്ടാവും, അവർക്കിത് വലിയൊരു ഉപകാരമാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതെല്ലാവർക്കും ഷെയർ ചെയ്യുക. ഉള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടി കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇനി അഥവാ എങ്ങാനും നമ്മുടെ പൊടിയെല്ലാം ചേർന്നിട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് പകുതി ആദ്യം ഇടുക, എന്നിട്ട് ഇളക്കിയിട്ട് വീണ്ടും മറ്റ് പകുതി കൂടെ ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ഇളക്കി കൊടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിലിട്ടിട്ടാവണം. ഉള്ളി മൂത്ത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മാത്രം പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് നല്ല പോലെ യോജിപ്പിച്ചെടുക്കണം.
നന്നായിട്ട് ഉരുണ്ട് വരണം. അതാണ് ഇതിൻ്റെ ഒരു പാകം. ചട്ടിയിൽ നിന്നൊക്കെ നല്ല പോലെ ഇതെല്ലാം കൂടെ ഒരുങ്കൂടിയിട്ട് വരണം. അങ്ങനെ വരുന്നില്ല എങ്കിൽ കുറച്ചുകൂടെ നെയ്യ് അതിലോട്ട് എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് നേരം അടച്ചു വെച്ച ശേഷം വീണ്ടും നമുക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഒരു 2-3 തവണയൊക്കെ നമുക്ക് അടച്ചു വെച്ചിട്ട് പെട്ടെന്ന് തന്നെ തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാരണം നമ്മൾ അടി പിടിക്കാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. എത്ര ലോ ഫ്ലെയിം ആണെങ്കിലും ഇതിൽ ചേർത്തിട്ടുള്ളതെല്ലാം പൊടികളാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ ഇത് കുക്ക് ചെയ്തെടുക്കേണ്ട ടൈം ഒരു 12 മിനിറ്റാണ്. ലോ ഫ്ലെയിമിൽ 12 മിനിറ്റ് സമയം നമ്മൾ ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ ഇവിടെ ജീരകവും നെയ്യും എല്ലാം കൂടെ ഉള്ള ഈ ഒരു മിക്സ്, ഇതിന് പേരെന്താണെന്ന് എനിക്കല്ല. കാരണം നമ്മൾ ഇതിൽ അണ്ടിപ്പരിപ്പും ബദാം എല്ലാം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫിക്സ്ഡ് നെയിം ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ എല്ലാം ഇതിൽ പാകമാണ്. മധുരം എല്ലാം പാകമാണ്. ഇനി എല്ലാം മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൽക്കണ്ടം പൊടിച്ചത് കുറച്ചുകൂടെ എക്സ്ട്രാ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ നെയ്യും അതുപോലെ തന്നെ ഉള്ളിയും ജീരകവും ഇതെല്ലാം കൂടെ പൊടിച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഇവിടെ റെഡിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പാലുണ്ടാവാനൊക്കെ ഇത് വളരെ ഉപകാരപ്പെടും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് കാണാം അടുത്ത റെസിപ്പി ആയിട്ട് ഇൻഷാ അല്ലാഹ്. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.